Hello everyone, welcome back to our YouTube channel School Diaries. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പലഹാര കൊതിയന്മാർ എന്ന് പറയുന്ന പാഠഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഥ നോക്കാം. ചില പലഹാര കൊതിയരുടെ കഥ വായിക്കാം. അപ്പോൾ നമുക്ക് ആ കഥയൊന്ന് വായിച്ചു നോക്കാം. പലഹാര കൊതിയന്മാർ. വലിയങ്ങാടിയിലെ വലിയ ചങ്ങാതിമാരാണ് ചോണനും മണിയനും. ഒരു ദിവസം ചോണൻ ധൃതിയിൽ എവിടേക്കോ പോണത് മണിയൻ കണ്ടു. എങ്ങോട്ടാണ് അവൻ ഇങ്ങനെ ഓടുന്നത്? മണിയൻ പിറകെ ചെന്നു. പൊന്നാനി ചന്ത വരെ പോണന്റെ മണിയാ, വഴി മാറ്, തീരെ നേരില്ല. പറഞ്ഞു തീരും മുമ്പേ ചോണൻ ഓടിത്തുടങ്ങി. പൊന്നാനി ചന്തയിൽ എന്താണിത്ര വിശേഷങ്ങൾ? അതറിയാൻ മണിയനും തിടുക്കമായി. അപ്പോൾ നീ അറിഞ്ഞില്ലേ അപ്പാണ്യം? മണിയനൊന്നും മനസ്സിലായില്ല. അവൻ ആദ്യമായിട്ടാണ് അപ്പാണ്യം എന്ന വാക്കു തന്നെ കേൾക്കുന്നത്. അപ്പാണ്യോ? അത് എന്താണത്? മണിയന്റെ ചോദ്യം കേട്ട് ചോണന് ശരിക്കും ദേഷ്യം വന്നു. കഷ്ടം തന്നെ ഇവന്റെ ഒരു കാര്യം. അപ്പാണ്യം എന്താണെന്നറിയാത്ത ഉറുമ്പുകളുണ്ടോ? അപ്പാണ്യം എന്ന് പറഞ്ഞാൽ അപ്പവാണിഭം. പൊന്നാനി ചന്തയിലാണ് മണിയ അപ്പത്തിൻ്റെ വാണിഭം. പൊടി പൊടിച്ച അപ്പക്കച്ചോടാണ്, മനസ്സിലായോ? അപ്പത്തിൻ്റെ ചന്തയോ? മണിയൻ കണ്ണുമിഴിച്ചു നിന്നുപോയി. കോഴിക്കോട്ടെ ഈ വലിയങ്ങാടിയിൽ കിട്ടാത്ത എന്തപ്പങ്ങളാണ് അപ്പാണ്യത്തിലുണ്ടാവുക? നെയ്യലുവ, കറുത്തലുവ, വെളുത്തലുവ, മഞ്ഞലുവ, ചോന്നലുവ, പച്ചലുവ, മഞ്ഞ ജിലേബി, വെള്ള ജിലേബി, ചോന്ന ജിലേബി, ചക്ക വറുത്തത്, ചേന വറുത്തത്, കായ വറുത്തത്, കപ്പ വറുത്തത്, ഈത്തപ്പഴം പൊരി, 6ാം നമ്പർ, മൈസൂർ പാക്ക്, കല്ലുമ്മക്കായ് പൊരിച്ചത്, ഇവയൊക്കെയല്ലേ പലഹാരങ്ങൾ? മസാല ദോശ, നെയ് റോസ്റ്റ്, പൊറോട്ട, കൊഴുക്കട്ട, അട, പക്കവട, ഉണ്ട, ബോണ്ട, സുഗിയൻ, ചിക്കൻ റോള്, മുട്ട പപ്സ്, പഴംപൊരി, നെയ്യപ്പം, ഇടിയപ്പം, കലത്തപ്പം, കാരോലപ്പം, കായപ്പം, ഈന്തപ്പം, ഊത്തപ്പം, അച്ചപ്പം, ഇവയല്ലേ അപ്പങ്ങൾ? ഈ അപ്പങ്ങൾ തിന്നാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വെറുതെ പോണോ ചോണ? ഇക്കാലത്തുമുണ്ടോ ഇങ്ങനെയുള്ള മണ്ടൻ ഉറുമ്പുകൾ? മണിയന്റെ സംശയം കണ്ട് ചോണന് പുച്ഛം തോന്നി. ഇവൻ എങ്ങനെ എൻ്റെ ചങ്ങാതിയായി? നീ മുട്ട സുർക്ക എന്ന് കേട്ടിട്ടുണ്ടോടാ മണിയാ? മുട്ട സുർക്കയോ? എന്താണത്? മുട്ടമാല തിന്നിട്ടുണ്ടോ? ഇല്ല ചോണ, എന്താണത്? ഈ കോഴിമുട്ടയുടെ ഉണ്ണിയില്ലേ, മഞ്ഞക്കരു, അതുമാത്രം എടുത്ത് ഉടച്ചുടച്ച് ചെറിയ ചെറിയ ഓട്ടകളുള്ള ചിരട്ടയിലൂടെ നൂലുപോലെയാക്കി പഞ്ചാരപ്പാവിലൊഴിച്ച് അലീച്ചലീച്ചങ്ങനെ അങ്ങനെ ഉണ്ടാക്കുന്നതാണെൻ്റെ മണിയാ ഈ മുട്ടമാല. ഹോ, അതിൻ്റെ ഒരു മണം, അതിൻ്റെ ഒരു രുചി, അതിൻ്റെ ഒരു ചന്തം. നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞങ്ങനെ പോകും നമ്മൾ. നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞു പോകുന്ന നൂലുപോലുള്ള മുട്ടമാലയെക്കുറിച്ച് മണിയൻ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുട്ടയുടെ വെള്ളക്കരു അവർ എന്തു ചെയ്യും? വെറുതെ കളയുമോ? മണിയന് സംശയമായി. ഹേയ് ഇല്ല, അത് പതപ്പിച്ച് മധുരം ചേർത്ത് കേക്ക് രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് മണിയാ മുട്ട സുർക്ക. നിൽക്കട ചോണ, എന്നാൽ ഞാനും വരാം. കൊതിമൂത്ത മണിയൻ ചോണൻ്റെ പിന്നാലെ ഓടി.
പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയുമോർത്ത് മണിയൻ്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി. കല്ലായി പുഴയും കവിഞ്ഞ് കുറേ വെള്ളം കടലിലേക്കും ഒഴുകി. അപ്പോൾ വിജയൻ കോതമ്പത്ത് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ അപ്പാണ്യത്തിന് പോയ പലഹാര കൊതിയന്മാർ എന്ന് പറയുന്ന കഥയിലെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, പലഹാര കൊതിയന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഥ വായിച്ചു. അപ്പോൾ കഥയിൽ 2 പലഹാര കൊതിയന്മാരെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ വലിയങ്ങാടിയിൽ 2 ചങ്ങാതിമാരായിരുന്നു. ആരൊക്കെ? നമ്മുടെ ചോണനും അതുപോലെ തന്നെ മണിയനും. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ചോണൻ ഇങ്ങനെ ധൃതിപ്പെട്ട് പോവുകയാണ്. അപ്പോൾ അത് ആര് കണ്ടു? നമ്മുടെ മണിയൻ കണ്ടു. അപ്പോൾ മണിയൻ ചോദിച്ചു, എങ്ങോട്ടാണ് നീ ഇങ്ങനെ ഓടിപ്പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? മണിയൻ ചോദിച്ചപ്പോൾ ചോണൻ എന്താ പറയുന്നത്? ഞാൻ പൊന്നാനി ചന്ത വരെയാണ് പോകുന്നത്, എനിക്ക് സമയമില്ല, നീ മാറി നിൽക്ക്, ഞാൻ ധൃതിയിൽ അങ്ങോട്ടേക്കാണ്, പൊന്നാനി ചന്തയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ മണിയന് സംശയം, എന്താണ് പൊന്നാനി ചന്തയിൽ ഇത്ര വിശേഷമെന്ന് ചോദിച്ചപ്പോൾ ആണ് നമ്മുടെ ചോണൻ പറഞ്ഞത്, എന്താ അവിടെ എന്ത് നടക്കുന്നുണ്ട്? അപ്പാണ്യം നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ അപ്പാണ്യം? മണിയന് മനസ്സിലായില്ല അല്ലേ. അപ്പം അപ്പാണ്യം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പവാണിഭം അല്ലെങ്കിൽ അപ്പക്കച്ചവടം. അപ്പോൾ അവിടെ അപ്പക്കച്ചവടം നടക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ ഉണ്ടാവുക? കുറേ പലഹാരങ്ങളുടെ പേര് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത്, ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാ? നെയ്യലുവ, കറുത്തലുവ, വെളുത്തലുവ, മഞ്ഞലുവ, ചോന്നലുവ, പച്ചലുവ, മഞ്ഞ ജിലേബി, വെള്ള ജിലേബി, ചോന്ന ജിലേബി, അതുപോലെ തന്നെ ചക്ക വറുത്തത്, ചേന വറുത്തത്, കായ വറുത്തത്, കപ്പ വറുത്തത്, ഈത്തപ്പഴം പൊരി, 6-ാം നമ്പർ, മൈസൂർ പാക്ക്, കല്ലുമ്മക്കായ്, ഇതൊക്കെയാണ് പലഹാരങ്ങൾ. അതുപോലെ തന്നെ മസാല ദോശ, നെയ് റോസ്റ്റ്, പൊറോട്ട, കൊഴുക്കട്ട, അട, പക്കവട, ഉണ്ട, ബോണ്ട, സുഗിയൻ, ചിക്കൻ റോള്, മുട്ട പപ്സ്, അങ്ങനെ ഒരുപാട് അപ്പങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ്, ഈ പലഹാരങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ചോണൻ പറയുന്നത്. അപ്പം മണിയൻ്റെ സംശയം എന്താ? ഈ അപ്പങ്ങൾ മാത്രം തിന്നാൻ വേണ്ടി നമ്മൾ ഇത്രയും ദൂരം പോകണോ എന്നാണ് മണിയൻ്റെ സംശയം അല്ലേ. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ ചോണന് ദേഷ്യം വന്നു. അപ്പോൾ നമ്മുടെ ചോണൻ എന്താ പറയുന്നത്? അവനെ കൊതിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? നീ മുട്ട സുർക്ക എന്ന് കേട്ടിട്ടുണ്ടോ? മുട്ട സുർക്ക എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അവൻ അതൊന്നും അറിയില്ല അല്ലേ. മുട്ട സുർക്കയോ മുട്ടമാലയോ ഒന്നും അറിയില്ല. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, എന്താണത് എന്ന് ചോദിച്ചപ്പോൾ അത് ഉണ്ടാക്കുന്ന വിധം ഇവിടെ വിശദീകരിച്ചു പറയുകയാണല്ലേ നമ്മുടെ ചോണൻ. അപ്പോൾ എങ്ങനെയാണ് മുട്ടമാല ഉണ്ടാക്കുന്നത്? കോഴിമുട്ടയുടെ ഉണ്ണി, മഞ്ഞക്കരു, അത് മാത്രം എടുത്ത് ഉടച്ചുടച്ച് എന്ത് ചെയ്യുന്നത്? ചെറിയ ചെറിയ ഓട്ടകളുള്ള ചിരട്ടയിലൂടെ നൂല് പോലെയാക്കി പഞ്ചാരപ്പാവൊഴിച്ച് അലീച്ചലീച്ച് അങ്ങനെയാണ് മുട്ടമാല ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്? അതിൻ്റെ ഒരു മണവും രുചിയും അതുപോലെ തന്നെ ഭംഗിയുമൊക്കെ നമ്മുടെ ചോണൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതിൻ്റെ ഒരു മണം, അതിൻ്റെ ഒരു രുചി, അതിൻ്റെ ഒരു ചന്തം. നാവിലിട്ടാൽ എന്താവും? അലിഞ്ഞലിഞ്ഞ് അങ്ങനെ പോകും നമ്മൾ അല്ലേ. അത് വായിലിട്ടാൽ നമുക്ക് അത്രക്കും രുചിയാണ് അതിന്. അപ്പോൾ മണിയന് പിന്നെയും സംശയം, എന്താ? അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം എന്താക്കും? അത് കളയുകയാണോ ചെയ്യുക അല്ലേ. മഞ്ഞ മാത്രമല്ലേ മുട്ട മാല ഉണ്ടാക്കാൻ വേണ്ടൂ. അപ്പോൾ അതിൻ്റെ വെള്ളം എന്ത് ചെയ്യും എന്നുള്ള സംശയം. അതിന് ഉത്തരവുണ്ട്. എന്താ? അത് വെറുതെ കളയില്ല. അതിനെ കൊണ്ടാണ് എന്തുണ്ടാക്കുക? മുട്ട സുർക്ക ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ വെള്ള പതപ്പിച്ച് മധുരം ചേർത്ത് കേക്ക് രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് എന്തെന്ന്? മുട്ട സുർക്ക അല്ലേ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ മണിയൻ്റെ വായിലും കപ്പലോടാനുള്ള വെള്ളം വന്നു. അവനും ആകെ കൊതിയായി. അവനെന്തു പറഞ്ഞു? ഞാനും വരുന്നു നിൻ്റെ കൂടെ പൊന്നാനി ചന്തയിലേക്ക് അല്ലേ. അപ്പോൾ പൊന്നാനി ചന്തയിലേക്ക് 2 പേരും കൂടി അങ്ങ് പോയി. അപ്പോൾ പോകുന്ന സമയത്ത്
നമ്മുടെ മണിയൻ്റെ മനസ്സിൽ എന്താണ്? ഈ മുട്ടമാലയുടെ മണവും രുചിയും മാത്രമാണ്. ഇതാലോചിച്ച് അവൻ്റെ വായിൽ എന്തു വന്നു? ആ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് ഒഴുകാൻ വേണ്ടി തുടങ്ങി. കല്ലായി പുഴയും കവിഞ്ഞ് കുറേ വെള്ളം കടലിലേക്കും ഒഴുകി അല്ലേ? അങ്ങനെയാണ് നമ്മുടെ എഴുത്തുകാരൻ പറയുന്നത്. അവൻ്റെ വായിൽ ആ കൊതി കൊണ്ട് വന്ന വെള്ളം കൊണ്ട് കല്ലായി പുഴയും നിറഞ്ഞ് കുറേ വെള്ളം കടലിൽ ഒഴുകി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പലഹാര കൊതിയന്മാരുടെ കഥ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.